നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വനിതാ സംവരണ ബില്ലിനെ എതിർത്ത പ്രതിപക്ഷ നിലപാടിൽ തെളിയുന്നത് സ്ത്രീവിരുദ്ധ രാഷ്ട്രീയമാണെന്നും വിഷയത്തിന്റെ വസ്തുതകളും പ്രാധാന്യവും ജനങ്ങളിലെത്തിക്കാൻ വിവിധതല ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ബി.ജെ.പി. ഭാരതം ലോകത്തിനു മുന്നിൽ തലയുയർത്തി നിൽക്കുമ്പോൾ അതിനെ താഴ്ത്തിക്കെട്ടാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്നും ബി.ജെ.പി. കണ്ണൂർ മാതമംഗലത്ത് ക്ഷേത്രോത്സവത്തിനിടെ മാല പൊട്ടിച്ചോടിയ കർണാടക സ്വദേശിനികൾ പിടിയിൽ, 2 പേർ രക്ഷപ്പെട്ടു. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തെക്കുറിച്ച് സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ട് കേരള പുലയർ മഹാസഭ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ചിൽ നേരിയ സംഘർഷം. പശ്ചിമ ബംഗാളിലെ ഷാർഗുറാമിലെ പലഹാരക്കടയിൽ കയറി സ്നാക്സ് വാങ്ങുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീഡിയോയും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറൽ. എക്സിൽ ദൃശ്യങ്ങൾ ഇതിനോടകം കണ്ടത് ലക്ഷങ്ങൾ. വാർത്തകൾ വിശദമായി. വനിതാ സംവരണ ബില്ലിനെ എതിർത്ത പ്രതിപക്ഷ നിലപാടിൽ തെളിയുന്നത് സ്ത്രീവിരുദ്ധ രാഷ്ട്രീയമാണെന്നും വിഷയത്തിന്റെ വസ്തുതകളും പ്രാധാന്യവും ജനങ്ങളിലെത്തിക്കാൻ വിവിധതല ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ബി.ജെ.പി. ഭാരതം ലോകത്തിനു മുന്നിൽ തല ഉയർത്തി നിൽക്കുമ്പോൾ അതിനെ താഴ്ത്തിക്കെട്ടാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്നും ബി.ജെ.പി. നേതാക്കൾ തലശ്ശേരിയിൽ വാർത്താസമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. ഭാരതം ലോകത്തിനു മുന്നിൽ തലയുയർത്തി നിൽക്കുമ്പോൾ അതിനെ താഴ്ത്തിക്കെട്ടാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത്. വനിതാ സംവരണ ബിൽ മാത്രമല്ല, ആർട്ടിക്കിൾ 370, രാമക്ഷേത്ര നിർമ്മാണം, മുത്തലാഖ് നിരോധനം, സർജിക്കൽ സ്ട്രൈക്ക്, ആയുഷ്മാൻ ഭാരത്, GST തുടങ്ങി രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് കരുത്തേകുന്ന എല്ലാ നല്ല നിയമ നടപടികളെയും എതിർത്ത് നാടിന്റെ അഭിമാന നിമിഷങ്ങളെ തടയാൻ ശ്രമിക്കുന്ന പ്രതിപക്ഷമാണ് രാജ്യത്തിന്റെ ശാപമെന്നും നേതാക്കൾ ആരോപിച്ചു. അപ്പോഴാണ് പ്രതിപക്ഷാംഗങ്ങൾ ഇതിനെ എതിർക്കുകയും END മുന്നണി ഇത് നടപ്പിലാക്കാൻ വിടാതിരിക്കുകയും ചെയ്തത്. എപ്പോഴൊക്കെ സ്ത്രീകൾക്ക് അനുകൂലമായ പദ്ധതികൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുവോ അപ്പോഴൊക്കെ ഈ എല്ലാ മുന്നണികളും ഒരുമിച്ച് കൈകോർത്തുകൊണ്ട് NDA സഖ്യത്തെ എതിർക്കുന്ന രീതിയിലാണ് കണ്ടുവരുന്നത്. നമുക്കത് സ്ത്രീകളെ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന പദ്ധതി കൊണ്ടുവന്നതും NDA സർക്കാർ ഭരിക്കുന്ന സമയത്താണ്. വാജ്പേയി സർക്കാർ ഭരിക്കുന്ന സമയത്താണ് കുടുംബശ്രീ പോലുള്ള പദ്ധതികൾ കൊണ്ടുവന്നത്. അതിന്ന് രാജ്യം മുഴുവൻ അല്ലെങ്കിൽ ലോകരാഷ്ട്രങ്ങൾ പോലും അംഗീകരിച്ച രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു കുടുംബശ്രീ പദ്ധതി. ഏത് മേഖല എടുത്തു നോക്കിയാലും കുടുംബശ്രീയിലുള്ള സ്ത്രീ പങ്കാളിത്തം നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതുപോലെ ഈ നാരീശക്തി വന്ദൻ അധിനിയം പദ്ധതി നടപ്പിലാക്കാൻ പ്രതിപക്ഷാംഗങ്ങൾ സഹകരിച്ചില്ല. അത് വളരെ ദുഃഖകരമായ കാഴ്ചയാണ്. സ്ത്രീകൾക്ക് വേണ്ടി രാത്രി നടത്തവും ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിക്കാൻ മുൻകൈ എടുത്തവരും KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര സ്ത്രീകൾക്ക് നൽകുമെന്ന് പറഞ്ഞവരും എല്ലാവരും ഈ ഒരു നിയമം കൊണ്ടുവരുന്നതിന് ശക്തമായി എതിർക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾ മോദി സർക്കാരിന് ഈ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി എല്ലാ പിന്തുണയും അറിയിക്കുകയും ഈ പദ്ധതി നടപ്പിലാക്കുന്നത് വരെ പ്രതിപക്ഷങ്ങളുടെ ഇരട്ടത്താപ്പ് തുറന്നുകാട്ട് ശ്രമിക്കുകയും ചെയ്യും. ഈ പദ്ധതിക്ക് വേണ്ടി എല്ലാ പിന്തുണയും മോദി സർക്കാരിന് പ്രഖ്യാപിക്കാനാണ്. സ്ത്രീകളുടെ മുന്നേറ്റത്തിനായി വാജ്പേയി സർക്കാർ കൊണ്ടുവന്ന കുടുംബശ്രീ പദ്ധതി നാടാകെ അംഗീകരിച്ചു കഴിഞ്ഞു. രാത്രി നടത്തം, ശബരിമല സ്ത്രീ പ്രവേശനം, KSRTCയിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രയും പ്രഖ്യാപിച്ചവർ തന്നെ സ്ത്രീകളുടെ മുന്നേറ്റത്തിന് വഴിയൊരുക്കുന്ന വനിതാ സംവരണം എതിർക്കുന്നതിലൂടെ ഇവരുടെ ഇരട്ടത്താപ്പ് നയമാണ് തെളിയുന്നത്. ഇതിനെതിരെ വലിയ ജനകീയ പ്രതിഷേധമുണ്ടാകും. ഇതിന്റെ ഭാഗമായി വരും ദിവസങ്ങളിൽ പ്രമുഖ വനിതകൾ നേതൃത്വം നൽകുന്ന ജനസമ്പർക്ക പരിപാടി, പൊതുസ്ഥലങ്ങളിൽ ഒപ്പുശേഖരണം, സംഘടന ജില്ലകളിൽ സ്ത്രീ മുന്നേറ്റ റാലി അടക്കമുള്ള ജനബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഗുണം ലഭിക്കുമെന്നുള്ളതുകൊണ്ടാണ് പ്രതിപക്ഷം അത് എതിർത്തത്. ലോകരാഷ്ട്രം എടുത്തു നോക്കുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഒരു 15 ലക്ഷം ആ കണക്കിന് ഓരോ മെമ്പർമാർ വന്നു കഴിഞ്ഞാൽ അതിന് ഗുണം ലഭിക്കുന്നത് ഓരോ വ്യക്തികൾക്കാണ്. ലോകരാഷ്ട്രങ്ങളിൽ ഇന്ത്യയിൽ മാത്രമാണ് ഇത്രയും കൂടുതൽ ആളുകളുടെ പ്രാതിനിധ്യം വരുന്നത്. മറ്റ് രാഷ്ട്രങ്ങൾ എടുത്തു നോക്കുമ്പോൾ
7 ലക്ഷം ആളുകൾക്കുള്ള ഒരു പ്രതീതി എന്ന നിലക്കാണ് പല രാജ്യങ്ങളിലും. ഇന്ത്യയിലാണ് കൂടുതൽ. വാർത്താ സമ്മേളനത്തിൽ BJP കണ്ണൂർ സൗത്ത് ജില്ലാ പ്രസിഡന്റ് ബിജു എളക്കുഴി, BJP കണ്ണൂർ സൗത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് CP സംഗീത, സൗത്ത് ജില്ലാ സെക്രട്ടറിമാരായ റീന മനോഹരൻ, M പ്രവീണ, മഹിളാ മോർച്ച കണ്ണൂർ സൗത്ത് ജില്ലാ പ്രസിഡന്റ് ദിവ്യ ചെള്ളത്ത്, കണ്ണൂർ സൗത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി സനീഷ രാഖിൽ എന്നിവർ പങ്കെടുത്തു. കണ്ണൂർ മാതമംഗലത്ത് ക്ഷേത്രോത്സവത്തിനിടെ മാല പൊട്ടിച്ചോടിയ കർണാടക സ്വദേശിനികൾ പിടിയിൽ. കർണാടകയിലെ ഗുൽബർഗ് സ്വദേശികളെയാണ് നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത്. മോഷ്ടാക്കളുടെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. മാതമംഗലം പുലിയൂർ കാളി ക്ഷേത്രോത്സവത്തിനിടെയാണ് സ്ത്രീയുടെ മാല പൊട്ടിച്ച സംഘത്തിലെ 2 പേരെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത്. കർണാടകയിലെ ഗുൽബർഗ് സ്വദേശിനികളായ ഇവരെ പെരിങ്ങോം പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഉത്സവ സമാപന ദിവസമായ ഞായറാഴ്ച ഉച്ചയ്ക്ക് 2:45 മാതമംഗലം പറവൂർ സ്വദേശി PB രോഹിണിയുടെ 5.5 പവൻ സ്വർണ്ണമാല 4 പേർ ചേർന്ന് കഴുത്തിൽ നിന്ന് പൊടിച്ചത്. കുറന്തിയമ്മ തെയ്യത്തെ തൊഴാൻ രോഹിണി വരിയിൽ നിൽക്കുമ്പോൾ പിറകിലുള്ള 4 സ്ത്രീകൾ ചേർന്ന് മാല പൊട്ടിക്കുകയായിരുന്നു. രോഹിണി മോഷ്ടാക്കളുടെ പിന്നാലെ കരഞ്ഞുകൊണ്ടോടി. ഇതിനിടെ നാട്ടുകാർ ചേർന്ന് 2 പേരെ പിടികൂടി. സംഘത്തിലുണ്ടായ 2 പേർ സ്ഥലത്തുനിന്ന് ഓടി രക്ഷപ്പെട്ടു. ക്ഷേത്ര ഭാരവാഹികൾ വിവരമറിയിച്ചതിനെ തുടർന്ന് പെരിങ്ങോം പോലീസ് സ്ഥലത്തെത്തി ഇവരെ കസ്റ്റഡിയിലെടുത്തു. സ്ത്രീയുടെ മാല മോഷ്ടിക്കുന്ന ക്ഷേത്രത്തിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ സംഭവം കഴിഞ്ഞയുടനെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. പോലീസ് പിടികൂടിയ സ്ത്രീകളിൽ നിന്ന് മാല കണ്ടുകിട്ടിയിട്ടില്ല. ഓടി രക്ഷപ്പെട്ട സ്ത്രീകളുടെ കയ്യിലായിരിക്കാം മാലയെന്ന നിഗമനത്തിലാണ് പോലീസ്. ക്ഷേത്രോത്സവത്തിനിടെ ഉണ്ടായ തിക്കും തിരക്കിലുമാണ് കവർച്ച നടന്നത്. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തെക്കുറിച്ച് സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ട് കേരള പുലയർ മഹാസഭ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് പോലീസ് തടഞ്ഞു. മാർച്ച് പോലീസ് തടഞ്ഞതിനെ തുടർന്ന് പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. മാനേജ്മെന്റിന്റെ നെറികേടുകൾക്കെതിരെ, ജാതി വിവേചനത്തിനെതിരെ പ്രത്യക്ഷമായി പ്രതിരോധിച്ചതിന്റെ പേരിൽ കോപ്പിയടിച്ചു എന്ന ആരോപണം ഉയർത്തി മർദ്ദിച്ച് ആത്മഹത്യയിൽ അഭയം തേടിയതുപോലെ ജാതി വിവേചനത്തിനെതിരെ റാമിനോട് ഉൾപ്പെടെ പ്രത്യക്ഷത്തിൽ നിന്ന് പ്രതിരോധിച്ച ഒരു ചെറുപ്പക്കാരന്റെ അവനെ അമർച്ച ചെയ്യാൻ വേണ്ടി വീണ് കിട്ടിയ ഒരു ആയുധമായി ഈ ലോൺ ആപ്പ് വിഷയം ഞങ്ങൾ സംശയിക്കുന്നു. ആ സംശയത്തിന്റെ പേരിൽ, അതിന്റെ പേരിൽ അവനെതിരെ സമ്മർദ്ദം മുറുക്കി അവനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ അവനിതൊക്കെ ചെയ്യേണ്ടി വന്നു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുൻപാകെ ഈ പ്രശ്നം പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. ആ ചോദ്യങ്ങൾക്ക് ശാശ്വതമായ പരിഹാരത്തിന് വേണ്ടി ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സർക്കാരിന്റെയും സർവകലാശാലയുടെയും ഇടപെടലുകളാണ്. തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹെൽത്ത് യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് അതിൽ അഫിലിയേറ്റ് ചെയ്ത കോളേജാണിത്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സംഭവിക്കാൻ പാടില്ലാത്തതാണ് അഞ്ചരക്കണ്ടിയിൽ നടന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. നവോത്ഥാന കേരളത്തിന് നല്ലതാണോ ഇത്തരം പ്രവണതകളെന്നും അദ്ദേഹം ചോദിച്ചു. പോലീസ് യഥാർത്ഥ പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള അവസരമൊരുക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. സംസ്ഥാന പ്രസിഡന്റ് A. സനീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. C. അഖിൽ, K. ദാമോദരൻ തുടങ്ങിയവർ സംസാരിച്ചു. പശ്ചിമ ബംഗാളിലെ ഷാർഗ്രാമിലെ പലഹാരക്കടയിൽ കയറി സ്നാക്സ് വാങ്ങുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീഡിയോയും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറൽ. പശ്ചിമ ബംഗാളിലെ റാലിക്കിടയിൽ നിന്ന് ലോക്കൽ സ്ട്രീറ്റ് ഭക്ഷണമായ ജാൽമുരി പരീക്ഷിക്കാനായി പ്രധാനമന്ത്രി ഇറങ്ങി വരികയായിരുന്നു. എക്സിൽ വന്ന ദൃശ്യങ്ങൾ ഇതിനോടകം ലക്ഷങ്ങളാണ് കണ്ടത്.
പുരുലിയ, ഷാർഗ്രാം, മെഡിനിപ്പൂർ, ബിഷ്ണുപൂർ എന്നിവിടങ്ങളിൽ പ്രധാനമന്ത്രി തുടർച്ചയായി 4 റാലികളെയാണ് അഭിസംബോധന ചെയ്തത്. ഇതിനിടയിൽ വിശ്രമിക്കാനായാണ് ഒരു ചെറിയ കടയിൽ കയറി അദ്ദേഹം ചാൽമുരി കഴിച്ചത്. ഷാർഗ്രാമിലെ ചാൽമുരി ഇടവേള എന്ന ക്യാപ്ഷൻ നൽകിക്കൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ വീഡിയോ പങ്കുവച്ചത്. തിരക്കേറിയ ഞായറാഴ്ച പശ്ചിമ ബംഗാളിൽ 4 റാലികൾക്കിടെ ഷാർഗ്രാമിൽ വെച്ച് രുചികരമായ ചാൽമുരി കഴിച്ചു എന്ന കുറിപ്പും ചിത്രങ്ങളും അദ്ദേഹം പങ്കുവച്ചു. പ്രധാനമന്ത്രി പങ്കുവച്ച വീഡിയോയിൽ കടക്കാരനോട് സ്നാക്സ് നൽകാൻ ആവശ്യപ്പെടുന്നതായി കാണാം. സ്നാക്സിന്റെ പണം നൽകാൻ തയ്യാറായപ്പോൾ വിൽപ്പനക്കാരൻ ആദ്യം നിരസിച്ചു. പിന്നീട് മോദിയുടെ നിർബന്ധത്തെ തുടർന്ന് പണം സ്വീകരിച്ചു. Yes, how much does the good one cost? 10. Yes, make whatever you have. Yes, I will not eat. Yeah. Definitely eat it. So how much €1 do I have to pay? Sarah came to the shop. Yes. €1 do I have to pay? No, brother, not like that. Zindabad. Make it well. Jai Shri Ram. Jai Shri Ram. We eat it immediately. Don't eat the brain. We have come here. ചാൽമുരി വാങ്ങിയ ശേഷം അത് കഴിക്കുന്നതും അവിടെ കൂടി നിന്ന കുട്ടികൾക്ക് വിതരണം ചെയ്യുന്നതുമെല്ലാം വീഡിയോയിലുണ്ട്. സാധാരണയായി ഉള്ളി, പൊരി, കടല, കടുകെണ്ണ, മുളകുപൊടി, മല്ലിയില, നാരങ്ങാനീര് എന്നിവയെല്ലാം ചേർത്ത് തയ്യാറാക്കുന്ന ഒരു പലഹാരമാണ് ചാൽമുരി. അസഹനീയമായ രീതിയിൽ വേനൽ ചൂട് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി നഗരസഭയുടെ ദുരന്ത നിവാരണ സമിതി യോഗം ചേർന്നു. ആവശ്യമുള്ള സ്ഥലങ്ങളിൽ തണ്ണീർപന്തൽ ഒരുക്കാൻ സഹകരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെയും സംഘടനകളുടെയും വ്യക്തികളുടെയും സഹകരണം അഭ്യർത്ഥിച്ചു. തണ്ണീർപന്തലിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നാളെ പഴയ ബസ് സ്റ്റാൻഡിൽ നടക്കും. കുടിവെള്ളക്ഷാമം രൂക്ഷമായ സ്ഥലങ്ങളിൽ നഗരസഭയുടെ നേതൃത്വത്തിൽ ടാങ്കർ ലോറികളിൽ കുടിവെള്ള വിതരണം നടക്കുന്നുണ്ട്. ഉഷ്ണതരംഗം ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ചും ഏതെങ്കിലും സാഹചര്യത്തിൽ ഉഷ്ണതരംഗം ഏൽക്കാൻ ഇടയായാൽ സ്വീകരിക്കേണ്ട പ്രഥമ ചികിത്സാ രീതികളെക്കുറിച്ചും ആവശ്യമായ ബോധവൽക്കരണം നടത്തും. ഇതിനായി ആശാ വർക്കർമാരുടെ സേവനം ഉപയോഗപ്പെടുത്തും. ഉണങ്ങിയ പുല്ലുകൾക്കും ചപ്പുകൾക്കും തീയിടുന്നത് ഒഴിവാക്കണം. തീയിടുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ കർശന നടപടി സ്വീകരിക്കും. യോഗത്തിൽ നഗരസഭാ ചെയർമാൻ കാരായി ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ വി സതി, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ COT ഷബീർ, നഗരസഭാ സെക്രട്ടറി N സുരേഷ് കുമാർ, ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ, ജനറൽ ആശുപത്രി RMO, പോലീസ്, ഫയർഫോഴ്സ്, KSEB, റവന്യൂ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം എഴുത്തുകാരൻ N പ്രഭാകരന് സമ്മാനിച്ചു. ധർമ്മടത്തെ വീട്ടുമുറ്റത്ത് ചേർന്ന ചടങ്ങിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി എക്സിക്യൂട്ടീവ് അംഗവും മലയാളം കോർഡിനേറ്ററുമായ KP രാമനുണ്ണിയാണ് പുരസ്കാരം സമ്മാനിച്ചത്. മായാ മനുഷ്യൻ എന്ന നോവലിനാണ് പുരസ്കാരം. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് N പ്രഭാകരന് സമ്മാനിച്ചു. N പ്രഭാകരന്റെ ധർമ്മടത്തെ വീട്ടുമുറ്റത്ത് നടന്ന ചടങ്ങിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും മലയാളം കോർഡിനേറ്ററുമായ എഴുത്തുകാരൻ KP രാമനുണ്ണി പുരസ്കാരം കൈമാറി. ആരോഗ്യപരമായ കാരണങ്ങളാൽ ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ പങ്കെടുത്ത് അവാർഡ് ഏറ്റുവാങ്ങാൻ N പ്രഭാകരന് സാധിക്കാതെ വന്നതിനാലാണ് സ്വന്തം വീട്ടുമുറ്റത്തൊരുക്കിയ ലളിതമെങ്കിലും പ്രൗഢഗംഭീരമായ ചടങ്ങിൽ വെച്ച് പുരസ്കാര സമർപ്പണം നടന്നത്. N പ്രഭാകരൻ്റെ മായാ മനുഷ്യർ എന്ന നോവലാണ് പുരസ്കാരത്തിന് അർഹമായത്. ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളോട് പൊരുതി മുന്നേറിയ N പ്രഭാകരൻ എഴുത്തിൻ്റെ ലോകത്ത് ഏറ്റവും സത്യസന്ധത പുലർത്തുന്നയാളാണെന്ന് KP രാമനുണ്ണി അഭിപ്രായപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ എഴുത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സത്യസന്ധത, എനിക്ക് തോന്നുന്നു മലയാളത്തിൽ എഴുത്തിനോട് ഇത്ര സത്യസന്ധത പുലർത്തിയ വളരെ ചുരുക്കം. ഞാൻ മനസ്സിലൊക്കെ ട്രെയിനിലിരിക്കുമ്പോൾ ആലോചിക്കുന്നു, എഴുത്തിനോടുള്ള എഴുത്തിൻ്റെ സത്യത്തിനോടുള്ള പ്രതിബദ്ധത അത് മറ്റൊരു കാര്യത്തിനു വേണ്ടി പ്രഭാകരൻ ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കുകയാണ്. അതിനിപ്പോൾ കാലത്തിൻ്റെ ഫാഷന് വേണ്ടിയിട്ടാണെങ്കിലും പ്രചാരത്തിന് വേണ്ടിയിട്ടാണെങ്കിലും മാർക്കറ്റിന് വേണ്ടിയിട്ടാണെങ്കിലും ഇനി സൗന്ദര്യാത്മകതയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിലും കലയുടെ സൗന്ദര്യം
സത്യം പോലെ പ്രധാനമാണല്ലോ, അതും മൂപ്പർക്ക് പ്രശ്നം. പക്ഷേ പ്രഭാകരൻ്റെ എഴുത്തിൻ്റെ സൗന്ദര്യം സത്യത്തിൻ്റെ പ്രതിബദ്ധത, സത്യത്തോടുള്ള പ്രതിബദ്ധത ഉൽപ്പാദിപ്പിക്കുന്ന സൗന്ദര്യമായിരുന്നു. മാറുന്ന കാലത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ സാമ്പത്തിക അവസ്ഥകളോട് കലഹിക്കുമ്പോഴും ജീവിതത്തിൻ്റെ നേർചിത്രം വരച്ചു കാട്ടുന്നതിൽ പ്രചാരത്തിനോ പ്രസിദ്ധിക്കോ സൗന്ദര്യാത്മകതയ്ക്ക് വേണ്ടി പോലുമോ സത്യസന്ധതയില്ലാത്ത നിലപാട് സ്വീകരിക്കാത്ത എഴുത്തുകാരനായിരുന്നു എൻ പ്രഭാകരനെന്നും രാമനുണ്ണി കൂട്ടിച്ചേർത്തു. ചരിത്രവും സാഹിത്യവും അനുപൂരകങ്ങളാണെന്നും എഴുത്തിൻ്റെ നാൾവഴികളിൽ അത് വെളിപ്പെട്ടെന്നും 60 വർഷത്തെ സാഹിത്യ ജീവിതത്തെ ഓർത്തെടുത്ത് എൻ പ്രഭാകരൻ ചൂണ്ടിക്കാട്ടി. എൻ്റെ എഴുത്തു ജീവിതത്തിന് 60 വർഷത്തിൻ്റെ പ്രായമുണ്ട്, 60 വർഷത്തിലേറെ പ്രായമുണ്ട്. എൻ പ്രഭാകരൻ എന്ന പേരിൽ എഴുതിയത് മാതൃഭൂമിയുടെ 1971 വിഷുപ്പതിപ്പിനോടനുബന്ധിച്ച് അവർ നടത്തിയ മത്സരത്തിൽ കോളേജ് വിഭാഗത്തിൽ 1ാം സമ്മാനം നേടിയ ഒറ്റയാൻ്റെ പാപ്പാൻ എന്ന കഥ എഴുതുമ്പോഴാണ്. അതിനു മുമ്പ് ഞാൻ ഇരുവരും പ്രഭാകരൻ, MP ഇരുവരും എന്നീ പേരുകളിലൊക്കെയാണ് എഴുതിയിരുന്നത്. ഒറ്റയാൻ്റെ പാപ്പാൻ മുതൽ ഇങ്ങോട്ട് എൻ പ്രഭാകരൻ എന്ന പേര് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇത്രയും കാലത്ത്, ഈ 10-20 വർഷക്കാലത്തെ എഴുത്തു ജീവിതത്തെക്കുറിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സംസാരം അവസാനിപ്പിക്കാം. സാഹിത്യവും വിശേഷിച്ചും നോവലും ചരിത്രവും തമ്മിൽ സാഹോദര്യ ബന്ധമാണ് ഉള്ളത് എന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ തീവ്രരേഖകൾ എന്ന നോവലും ഏതാനും നോവലിലേകളും കഥകളും ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത ജയശ്രീ കളത്തിലുമായുള്ള ഒരു അഭിമുഖത്തിൽ ഈ കാര്യം ഞാൻ പറയുന്നുണ്ട്. ഹിസ്റ്ററി ആൻഡ് ലിറ്ററേച്ചർ ആർ സിബിലിങ്സ്. അവർ സഹോദരങ്ങളാണ്. സാഹിത്യവും ചരിത്രവും സഹോദരങ്ങളാണ്. എൻ്റെ നോവലുകളെ പറ്റി മാത്രം പറയാം എന്ന് നോക്കുമ്പോൾ ഇവിടെ രാമനുണ്ണി പരാമർശിച്ച ജനകഥ, തീവ്രരേഖകൾ, മനോഹരൻ, രാമനുണ്ണിയും പരാമർശിച്ച മായാമനുഷ്യർ, ഏറ്റവും കൂടുതലത്തെ മഹാനടനം, ഈ നോവലുകളെല്ലാം പരിശോധിച്ചാൽ, ഞാൻ സ്വയം തിരിഞ്ഞു നോക്കി ഒരു പരിശോധന നടത്തുമ്പോൾ എനിക്ക് ബോധ്യമാകുന്ന കാര്യം, ഞാൻ ചരിത്രത്തോടൊപ്പം നടന്നിട്ടുള്ള ഒരാളാണ്. ആ ചരിത്രം കാലാനുക്രമമായ ഒരു ചരിത്രത്തിൻ്റെ രേഖപ്പെടുത്തലല്ല നോവലുകളിൽ ഞാൻ ചെയ്തിട്ടുള്ളത്. 1971 മാതൃഭൂമി വിഷുപ്പതിപ്പിന് വേണ്ടിയുള്ള കഥാമത്സരത്തിൽ 1ാം സമ്മാനം നേടിയ ഒറ്റയാൻ്റെ പാപ്പാൻ എന്ന കഥയ്ക്ക് ശേഷം മറ്റ് രചനകൾക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സംഗീത നാടക അക്കാദമി അവാർഡ്, ചെറുകാട് പുരസ്കാരം, ഓടക്കുഴൽ അവാർഡ്, പത്മരാജൻ പുരസ്കാരം, വൈക്കം മുഹമ്മദ് ബഷീർ പുരസ്കാരം, മലയാറ്റൂർ അവാർഡ് തുടങ്ങി നിരവധി അംഗീകാരങ്ങൾ എൻ പ്രഭാകരനെ തേടിയെത്തിയിട്ടുണ്ട്. തലശ്ശേരി ഗവൺമെൻറ് ബ്രണ്ണൻ കോളേജ് മലയാള വിഭാഗം മേധാവിയായി വിരമിച്ച എൻ പ്രഭാകരൻ ധർമ്മടത്തെ വസതിയിൽ എഴുത്തിൻ്റെ ലോകത്ത് സജീവമാണ്. പുരസ്കാര സമർപ്പണ ചടങ്ങിൽ പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന സെക്രട്ടറി MK മനോഹരൻ, AV പവിത്രൻ, ധർമ്മടം പഞ്ചായത്ത് പ്രസിഡന്റ് B ഗീതമ്മ, മുൻ പ്രസിഡന്റ് NK രവി, ധർമ്മടം സഹകരണ ബാങ്ക് പ്രസിഡന്റ് T അനിൽ, പറശ്ശിനിക്കടവ് ആയുർവേദ മെഡിക്കൽ കോളേജ് ഡയറക്ടർ പ്രൊഫസർ കുഞ്ഞിരാമൻ, പ്രൊഫസർ V രവീന്ദ്രൻ തുടങ്ങി നിരവധി പ്രമുഖർ പങ്കാളികളായി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ: BCom ജനറൽ ആൻഡ് കോർപ്പറേറ്റ് സെക്രട്ടറിഷിപ്പ്, BBA ജനറൽ ആൻഡ് ടൂറിസം, BCA, BA and MA English, MCom, BSc Artificial Intelligence and Machine Learning, BSW, BSc Data Science, BSc Psychology, MBA, MCA, കൂടാതെ CMA, CAT, ലോജിസ്റ്റിക്സ്, സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ്, ഏവിയേഷൻ എന്നീ ഓപ്ഷണൽ ഡിപ്ലോമ കോഴ്സുകൾ. സ്വപ്ന തുല്യമായ കരിയർ സ്വന്തമാക്കാൻ ഇത് തന്നെയാണ് അവസരം. To know more, contact us. ആലി ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ, പള്ളൂർ, മാഹി. വർഷങ്ങളുടെ പഠന പാരമ്പര്യം, തികഞ്ഞ അച്ചടക്കം, മികച്ച പഠനം.
വിദഗ്ധരായ അധ്യാപകരുടെ സേവനം. ഇതാണ് ഞങ്ങളുടെ മുഖമുദ്ര. ഒന്നാം ക്ലാസ് മുതൽ സ്മാർട്ട് ക്ലാസ് സൗകര്യം, ഡാൻസ്, മ്യൂസിക്കൽ ക്ലാസുകൾ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആലി ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ, പള്ളൂർ, മാഹി. Contact 0490-233-7707 9895-485471. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തുകേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. പാനൂർ കോപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റി, പാനൂർ. സൊസൈറ്റിയുടെ പുതിയ സംരംഭമായി ടാർപോളിൻ ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. സൊസൈറ്റിക്ക് കീഴിൽ പാനൂരിൽ പ്രവർത്തിക്കുന്ന സഹകരണ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററീസിനോട് ചേർന്നും, കൂടാതെ കടവത്തൂർ കല്ലിക്കണ്ടി റോഡിൽ പ്രവർത്തിക്കുന്ന സഹകരണ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററീസിനോട് ചേർന്നുമാണ് സിൽപോളിൻ കമ്പനിയുടെ ടാർപോളിൻ ഔട്ട്ലെറ്റ് പ്രവർത്തനം തുടങ്ങിയത്. സൊസൈറ്റി പ്രസിഡന്റ് കെ രവീന്ദ്രൻ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ പ്രമുഖ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ തലശ്ശേരി കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക് പ്രസിഡന്റ് പി ഹരീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ അളവുകളിലും ഗുണനിലവാരത്തിലുമുള്ള ടാർപോളിനുകളും യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ഏറ്റവും മിതമായ നിരക്കിൽ. സഹകരണ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററീസ്, ചമ്പാട് റോഡ്, പാനൂർ. സഹകരണ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററീസ്, കല്ലിക്കണ്ടി റോഡ്, കടവത്തൂർ. ഫോൺ 8130606188 965-681-3834 859-031-2944. ഡെന്റാരിസ് ഡെന്റൽ ക്ലിനിക്, ഇംപ്ലാന്റ് ആൻഡ് ഓർത്തോഡോണ്ടിക് സ്പെഷ്യാലിറ്റി സെന്റർ, മേക്കുന്ന്. കഴിഞ്ഞ 5 വർഷമായി തലശ്ശേരിയിൽ ഡോക്ടർ ഫഹീമിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ ഫഹീംസ് ഡെന്റാരിസ് ദന്തക്രമീകരണ സ്പെഷ്യാലിറ്റി സെന്റർ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിധിൻ പി രാജ് IPS ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. ട്രീറ്റ്മെന്റ് അണ്ടർ മാഗ്നിഫിക്കേഷൻ ലൂപ്സ്, 3D സ്കാനിംഗ് ആൻഡ് ഡിജിറ്റൽ പ്രിന്റിംഗ്, അൾട്രാ മോഡേൺ എക്സ്റേ ഫെസിലിറ്റീസ്, വെൽ എക്യുപ്ഡ് അൾട്രാ മോഡേൺ മെഷീനറീസ്, വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം, വിശാലമായ പാർക്കിംഗ് സൗകര്യം, കുട്ടികളുടെ ദന്ത സംരക്ഷണത്തിന് പ്രത്യേകമായി രൂപീകരിച്ച അന്തരീക്ഷം, പൂർണ്ണമായും അണുവിമുക്തമായ ഓട്ടോക്ലേവ് ആൻഡ് UV ചേംബർ. ഡെന്റാരിസ് ഡെന്റൽ ക്ലിനിക്, ഇംപ്ലാന്റ് ആൻഡ് ഓർത്തോഡോണ്ടിക് സ്പെഷ്യാലിറ്റി സെന്റർ, മേക്കുന്ന്. തലശ്ശേരി റോഡ്, കൂലോ സ്ക്വയർ, മേക്കുന്ന്. ഫോൺ 6238296699 6238596699. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി.
300 സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803, 9497360333. വാർത്തകൾ തുടരുന്നു. മനസ്സ് നിറയെ വായിക്കാം, വിമാനത്തിൽ പറക്കാം എന്ന സന്ദേശമുയർത്തി തലശ്ശേരി താലൂക്ക് ലൈബ്രറി കൗൺസിൽ വേനലവധിക്കാലത്ത് താലൂക്കിലെ 275 വായനശാലകളിൽ സംഘടിപ്പിക്കുന്ന വായനാ ചാലഞ്ചിന് തുടക്കമായി. മൂഴിക്കര കോടിയേരി ബാങ്ക് ഹാളിൽ സാഹിത്യകാരൻ എം മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. മൂഴിക്കര കോടിയേരി ബാങ്ക് ഹാളിൽ നടന്ന താലൂക്ക് തല ഉദ്ഘാടനം പ്രശസ്ത സാഹിത്യകാരൻ എം മുകുന്ദൻ കുട്ടികൾക്ക് പുസ്തകം നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. വായന നമുക്ക് അങ്ങനെ എന്തൊരു സാന്ത്വനം, ആശ്വാസം നൽകുന്നുണ്ട്. അത് പല സ്ഥലത്തും പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ ടോൾസ്റ്റോയുടെ അന്ന കരീന അങ്ങനെയായിരുന്നു. അന്ന കരീന വലിയ ദുഃഖം വരുമ്പോൾ ഉടനെ അവരുടെ കൈ പോവുക, ഒരു പുസ്തകത്തിന് വേണ്ടിയാണ്, പുസ്തകത്തോണ്ട് വായിക്കും. അങ്ങനെ വായനയിൽ നമുക്ക് സന്തോഷം, പിന്നെ ആശ്വാസം ഒക്കെ ലഭിക്കുന്നുണ്ട്. നമ്മൾ മനുഷ്യർ, ആധുനിക മനുഷ്യർ, നമ്മൾ പിന്നെ സംസ്കാരം ആർജിക്കാൻ തുടങ്ങിയ ശേഷം നമ്മൾ നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ പ്രവർത്തനം വായനയാണ്. എത്രയോ പേർ എത്രയോ രാജ്യങ്ങളിൽ നിന്നുകൊണ്ട് എത്രയോ പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ പുസ്തക വായനയ്ക്ക് അങ്ങനെയുള്ള പിന്നെ അതിനൊരു ജനാധിപത്യമുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള പുസ്തകത്ത് വായിക്കാം. അങ്ങനെ എല്ലാവരും വായിക്കുന്നുണ്ട്. നമ്മൾ മലയാളികളാണെങ്കിൽ തുറന്നു പറഞ്ഞാലും സത്യം പറഞ്ഞാലും നമ്മൾ വായനയുടെ സൃഷ്ടിയാണ് മലയാളികൾ. വായിച്ചാണ് നമ്മൾ ഇത്രയും പ്രബുദ്ധരായത്. പുസ്തകങ്ങൾ വായിച്ചിട്ടാണ് വലിയ വലിയ ആശയങ്ങൾ ഒക്കെ നമ്മൾ വളരെ പുരോഗമനമായ ആശയങ്ങളൊക്കെ നമ്മൾ ജനിക്കുന്നത്. നമ്മളൊരു പ്രബുദ്ധരായ പ്രബുദ്ധരായ ആളുകളാണ് മലയാളികൾ. നമ്മുടെ ഒരു പ്രബുദ്ധ സമൂഹമാണ്. അത് വായനയിലൂടെ ഉണ്ടായിട്ടുള്ളതാണ്. അപ്പം എൻ്റെ കുട്ടിക്കാലത്ത് ഞാനൊക്കെ ഒരു പുസ്തകത്തിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ട് വായിക്കാൻ. നമ്മുടെ കയ്യിൽ പൈസയില്ല, ആരുടെ കയ്യിൽ പൈസയില്ല. പിന്നെ ഒരു പുസ്തകം വാങ്ങാൻ സാധിക്കില്ല. നമുക്ക് എല്ലാവരുടെയും പ്രശ്നം വിശപ്പാണ്. വിശക്കുന്ന മനുഷ്യരുടെ കാലമായിരുന്നു. 10-60 വർഷങ്ങൾ മുമ്പ് വിശപ്പായിട്ടുള്ള പ്രശ്നം. ആരുടെ കയ്യിൽ പൈസയില്ല. അവർക്ക് ഒരു പുസ്തകം വാങ്ങാൻ ആർക്കും സാധിക്കില്ല. പിന്നെ ലൈബ്രറികളിൽ പോകാനുള്ള, ലൈബ്രറികളിൽ പോയിട്ട് പുസ്തകം എടുക്കുക. ചില പുസ്തകങ്ങളൊക്കെ വായിക്കാൻ വേണ്ടി ആഴ്ചകളോളം കാത്തിരുന്നു. പവിത്രൻ മൊകേരി അധ്യക്ഷത വഹിച്ചു. തലശ്ശേരി മുനിസിപ്പൽ ചെയർമാൻ കാരായി ചന്ദ്രശേഖരൻ, ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് മുകുന്ദൻ മഠത്തിൽ എന്നിവർ വിശിഷ്ടാതിഥികളായി. താലൂക്ക് സെക്രട്ടറി അഡ്വക്കേറ്റ് ബി പ്രദീപൻ പദ്ധതി വിശദീകരിച്ചു. ഒത്തുചേരലുകളും എല്ലാം ഒരുക്കിയിട്ടുണ്ട്. അല്ലാതെ വെറും വായന എന്നത് മാത്രമല്ല, ആസ്വദിച്ച് വായിക്കണമെന്നാണ് ഞങ്ങൾ ഈ പരിപാടിയിലൂടെ ഉദ്ദേശിക്കുന്നത്. 2 വിഭാഗമായിട്ടാണ് ഈ ചലഞ്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒന്ന് 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്, രണ്ടാമത്തത് 13 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്. 3 ചലഞ്ചുകളാണ് ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ഗോൾഡൻ ചലഞ്ച്, സിൽവർ ചലഞ്ച്, ബ്രോൺസ് ചലഞ്ച്. ഓരോ ചലഞ്ചിനും നിശ്ചിത പേജ് പുസ്തകം വായിക്കണം, നിശ്ചിത പോയിന്റ് കൂടി നേടിയിരിക്കണം. അങ്ങനെ ആവുമ്പോഴാണ് ആ ചലഞ്ച് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. ആ പുസ്തകത്തിന്റെ എണ്ണം മിനിമം ഇത്ര പുസ്തകം വേണം ഓരോ ചലഞ്ചിനെ ഞങ്ങൾ പറയുന്നു. കാരണം ഇത്ര പുസ്തകം വായിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ താല്പര്യം ഏറ്റവും പേജ് കുറഞ്ഞ പുസ്തകം എടുത്തിട്ട് എണ്ണം തികക്കലായി പോകും. അപ്പൊ നല്ല പുസ്തകം വായിക്കില്ല. അതുകൊണ്ട് തന്നെ ഇത്ര പേജ് പുസ്തകം വായിക്കണം എന്നാണ് ഞങ്ങൾ നിർദ്ദേശമായിട്ട് ഒന്നാമത് പറയുന്നത്. ഡോക്ടർ സുധ അഴീക്കോടൻ, എം വി സ്മിത, യു ബ്രിജേഷ്, കെ ഭാരതി എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികൾ എം മുകുന്ദനുമായി മുഖാമുഖം നടത്തി. എനിക്ക് ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ, സർ എഴുതി വെച്ചിട്ട് ഏറ്റവും പ്രിയപ്പെട്ട കൃതി എന്തുകൊണ്ടാണ്? ഏത് കുട്ടിയാണ് ഇഷ്ടം ചോദിച്ചാൽ എന്താ മറുപടി പറഞ്ഞത്? അതുകൊണ്ട് അതത്ര എളുപ്പമല്ല. എന്നാലും എനിക്ക് തോന്നുന്നത് എൻ്റെ മനസ്സിൽ കൂടുതൽ ചേർന്ന് എടുക്കുന്നത്
അതിനുള്ള കാരണം അതെൻ്റെ നാട്, എൻ്റെ നാട്ടുകാർ, ഞാനും ഉണ്ടെങ്കിൽ കുറെ അതുകൊണ്ടാണ്. മൂഴിക്കര വിജ്ഞാനവേദി വായനശാലയാണ് താലൂക്ക് തല ഉദ്ഘാടനത്തിന് ആതിഥ്യമരുളിയത്. മെയ് 31 വരെയാണ് ചലഞ്ച് സംഘടിപ്പിക്കുന്നത്. പാനൂർ PR ലൈബ്രറിയുടെ നേതൃത്വത്തിൽ വായനാ ചലഞ്ചിന് തുടക്കമായി. ബാലസാഹിത്യകാരൻ രാജ കാട്ടുപുനം ഉദ്ഘാടനം ചെയ്തു. വിമാനയാത്ര, ക്യാഷ് പ്രൈസ് ഉൾപ്പെടെ ആകർഷകമായ സമ്മാനങ്ങളാണ് ജേതാക്കളെ കാത്തിരിക്കുന്നത്. ബാലസാഹിത്യകാരൻ രാജു കാട്ടുപുനം ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായും ഞങ്ങളെക്കാൾ അറിവുള്ളവരാണ് നിങ്ങൾ എന്ന ഉത്തമ ബോധ്യം എനിക്കുണ്ട്. കുട്ടികളുടെ അറിവിൻ്റെ പ്രതലം വളരെ വലുതാണ്. അതിനുവേണ്ടിയാണ് തലശ്ശേരി താലൂക്ക് ലൈബ്രറി കൗൺസിൽ ഏറ്റവും പുതിയ ഒരു പദ്ധതി ഈ മധ്യവേനൽ അവധിക്കാലത്ത് ആരംഭിച്ചിരിക്കുകയാണ്. മനസ്സ് നിറയെ വായിക്കാം, വിമാനത്തിൽ സഞ്ചരിക്കാം. അതാണ് അതിൻ്റെ ക്യാപ്ഷൻ. മനസ്സ് നിറയെ വായിക്കാം, വിമാനത്തിൽ സഞ്ചരിക്കാം. എല്ലാ ആളുകൾക്കും വിമാനത്തിൽ സഞ്ചരിക്കാൻ കഴിയില്ലെങ്കിലും ഭാവനയുടെ ലോകത്ത്, അറിവിൻ്റെ ലോകത്ത്, അതിരുകളില്ലാതെ ലോകത്തിൽ സഞ്ചരിക്കാനുള്ള അവസരം പുസ്തകങ്ങൾ നിങ്ങൾക്ക് നൽകും. അതുകൊണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാർ, രക്ഷിതാക്കൾ, ഈ ദിവസങ്ങൾ മധ്യവേനൽ അവധിക്കാലം എല്ലാ മറ്റ് മേഖലകളിൽ നിന്ന്, മറ്റ് നിങ്ങളുടെ കായിക താല്പര്യങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് വായനയ്ക്ക് വേണ്ടി സമയം കണ്ടെത്തണം. അതിനു വേണ്ടിയുള്ള ഗൃഹാന്തരീക്ഷം രക്ഷിതാക്കൾ സൃഷ്ടിച്ചു കൊടുക്കണം. PR ലൈബ്രറി പ്രസിഡന്റ് KP മോഹനൻ MLA അധ്യക്ഷത വഹിച്ചു. മെഞ്ഞാന്ന് വിഷുവായിരുന്നു. വിഷുവിന് പത്രം അവധിയാണ്. അപ്പോൾ അതിന് പിറ്റേ ദിവസം വിഷുവിന് പത്രം ഉണ്ടാവില്ല. എന്നാൽ പോലും പത്രത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അപ്പോൾ വായന നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കണം. പലതും നമുക്കറിയാൻ കഴിയും. നമ്മൾ അറിയാത്തൊരു കാര്യങ്ങളില്ല, പക്ഷെ വായിച്ചറിയുക എന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. ഒരുപാട് പുസ്തകങ്ങൾ ഇപ്പോൾ നമ്മുടെ രാജമാഷും അതുപോലെ തന്നെ നമ്മുടെ പവിത്ര മാഷും ഒക്കെ തന്നെ പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്, പലരും രചിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള സമയത്ത് നമ്മൾ വായിച്ച് 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 കുറേ കൂടി മുന്നോട്ട് പോകും. വായിച്ചില്ലെങ്കിൽ നമുക്കൊന്നും അറിയില്ല സാധിക്കും. നമുക്കിപ്പോഴ് ചാനലുകളും അതോടൊപ്പം തന്നെ AI-യിലൂടെയും ഒക്കെ തന്നെ, അല്ലെങ്കിൽ മൊബൈലിലൂടെ തന്നെ വാർത്തകളൊക്കെ തന്നെ അറിയാൻ സാധിക്കും. പക്ഷെ വായിച്ചറിയുക എന്നത്. താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് പവിത്രൻ മൊകേരി പദ്ധതി വിശദീകരിച്ചു. KP രമേഷ് ബാബു തനത് ലൈബ്രറിയുടെ പ്രവർത്തനം വിശദീകരിച്ചു. PK പ്രവീൺ, വാർഡ് കൗൺസിലർ ഷമീന സുബൈർ, K കുമാരൻ, ശ്രീജ M ചെണ്ടയാട്, കരുവാങ്ങണ്ടി ബാലൻ എന്നിവർ സംസാരിച്ചു. PR ലൈബ്രറി സെക്രട്ടറി ജയചന്ദ്രൻ കരിയാട് സ്വാഗതവും ലൈബ്രറിയൻ NP ദീപ്ന നന്ദിയും പറഞ്ഞു. പാട്യം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 1989 അധ്യയന വർഷത്തിൽ SSLC പഠനം നടത്തിയവരുടെ കൂട്ടായ്മയായ ക്ലാസ്മേറ്റ്സ് 89ന്റെ നേതൃത്വത്തിൽ കൂട്ടായ്മയും ബോധവൽക്കരണ ക്ലാസും നടത്തി. 50 കഴിഞ്ഞുള്ള സാമ്പത്തിക കരുതൽ എന്ന വിഷയത്തിലാണ് ക്ലാസ് നടന്നത്. പാട്യം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 1989 അധ്യയന വർഷത്തിൽ SSLC പഠനം നടത്തിയവരുടെ കൂട്ടായ്മയായ ക്ലാസ്മേറ്റ്സ് 89ന്റെ നേതൃത്വത്തിലാണ് ബോധവൽക്കരണ പരിപാടി ഒരുക്കിയത്. 50 കഴിഞ്ഞുള്ള സാമ്പത്തിക കരുതൽ എന്ന വിഷയത്തിൽ C നൈനേഷ് ക്ലാസ് എടുത്തു. സാമ്പത്തിക സുരക്ഷിതത്വം ഇല്ലാത്ത ആൾക്കാരൊന്നുമില്ല. അതായത് ഒന്നുകിൽ നമ്മൾ മരിക്കുന്നവരെ ജോലി ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നമ്മളെ മക്കളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നമ്മളെ രക്ഷിതാക്കൾ ഒരു 5 തലമുറ കഴിയാനുള്ള പിന്നെ നെല്ലും അരിയെല്ലാം പത്തായത്തിൽ ഉണ്ടായിരിക്കണം. ഇല്ലേ? ഇല്ലെങ്കിലോ നമ്മൾ മരിക്കുന്നതിന് ജോലി ചെയ്യേണ്ടി വരും. അതാണ് ഇതിൻ്റെ സത്യാവസ്ഥ. ഇല്ലേ? എഗ്രി ചെയ്യുന്നില്ലേ? ഓക്കെ. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു റിട്ടയർമെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ പ്ലാൻ ചെയ്യണം. അതായത് നമുക്ക് റിട്ടയർമെൻറ്റ് പ്ലാൻ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ നമുക്ക് എന്ത് അസുഖം വന്നു കഴിഞ്ഞാലോ ഇനി നമുക്ക് ഒന്നും വേണ്ട, നമ്മളെ കയ്യിൽ സ്കൂട്ടി ഉണ്ട് ധരിക്കും, കാറൊന്നും വേണ്ട, സ്കൂട്ടി റിട്ടയർ ജോലി ഒന്നുമില്ല, സ്കൂട്ടി എടുത്ത് പുറത്തു പോകണമെങ്കിലോ ആരെടുത്ത് പൈസ ചോദിക്കണം? മക്കളെടുത്ത് ചോദിക്കണം. മക്കൾ തരുമോ? തരൂല, ഉറപ്പായും തരില്ല. കാരണം എന്താ? പണ്ട് ബൈക്കിൽ പെട്രോൾ അടിക്കാൻ ചോദിച്ച സമയത്ത് നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവില്ല, ഇല്ലേ? ബൈക്ക് മേടിച്ചു കൊടുത്തിട്ടുണ്ടാവില്ല, അല്ലെ കാർ മേടിച്ചു കൊടുത്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് മക്കളെയൊന്നും പ്രതീക്ഷിച്ചിട്ട് ആരും
റിട്ടയർമെൻറ്റ് പ്ലാൻ ചെയ്യേണ്ട. ഓക്കെ, റിട്ടയർമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞ സംഭവം തന്നെ, റിട്ടയർമെൻറ്റ് ഇസ് നോട്ട് ദ എൻഡ്, ദ ബിഗിനിങ് ഓഫ് എ ന്യൂ ഫേസ് ഓഫ് ലൈഫ്. റിട്ടയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് വേർഡാണ്. നമുക്ക് റിട്ടയർമെൻറ്റ് എന്നുള്ള ഒഴിവാക്കാം. നമുക്ക് സെക്കൻഡ് ഇന്നിങ്സ്, അതായത് നമുക്ക് അതൊരു പുതിയൊരു ഫേസിലേക്കുള്ള നമ്മളെ മാറ്റാം. അവിടെ നമ്മൾ ഓൾറെഡി നമ്മൾ ചെയ്ത ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യേണ്ടി വരും. കാരണം നമ്മളെ വരുമാനം സീറോയിലേക്ക് പോവാം. KV ബിന്ദു ആമുഖ പ്രഭാഷണം നടത്തി. ഷിമിത്ത് സ്വാഗതം പറഞ്ഞു. TM ഷർലി, കണ്ണൂർ എയർപോർട്ട് SI രാജീവൻ വേങ്ങാട് തുടങ്ങിയവർ സംസാരിച്ചു. രാജീവൻ വേങ്ങാടിന്റെ മാജിക് ഷോ അവതരണവും നടന്നു. മനസ്സ് നിറയെ വായിക്കാം, ആകാശത്ത് പറക്കാം എന്ന സന്ദേശത്തോടെ തലശ്ശേരി താലൂക്ക് ലൈബ്രറി കൗൺസിൽ ഏപ്രിൽ 19 മുതൽ മെയ് 31 വരെയായി സംഘടിപ്പിക്കുന്ന വായനാ ചലഞ്ചിന്റെ ഭാഗമായി കണ്ണംവള്ളി ഫ്രണ്ട്സ് വായനശാല ആൻഡ് ഗ്രന്ഥാലയവും വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. വായനാ ചലഞ്ചിന്റെ ഉദ്ഘാടനവും നടന്നു. വായനാ ചാലഞ്ചിന്റെ ഉദ്ഘാടനം EK നായനാർ ഹാളിൽ സാഹിത്യകാരൻ ജയപ്രകാശ് പാനൂർ നിർവഹിച്ചു. ഒറ്റ കാര്യമുള്ള പലപ്പോഴും 5000 പേജ് വായിക്കുക എന്നുള്ളത് അത് നിങ്ങളുടെ മുമ്പിൽ 40 ദിവസം അല്ലേ, 40 ദിവസമാണ്. 40 ദിവസം കൊണ്ട് 5000 പേജ് വായിക്കാം. അതിൽ ഏറ്റവും നല്ല മാർഗ്ഗം എന്താണ്? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ അല്ലേ, വായിക്കുന്ന കുട്ടികൾക്കറിയാലോ, അവർക്ക് ഇഷ്ടപ്പെടുന്ന മേഖല ഏതാണെന്നറിയാലോ, ഇഷ്ടപ്പെടുന്ന പുസ്തകങ്ങൾ സെലക്ട് ചെയ്യാം. ചിലപ്പോൾ നോവലുകളാണെങ്കിൽ പോലും നോവലുകളുടെ ചില പ്രത്യേക ടീമുകൾ പറയുന്ന നോവലുകളുണ്ടാവും. പത്രമാണ് ഇപ്പോൾ ചരിത്രമായിട്ട് ബന്ധമുള്ള, അല്ലെങ്കിൽ കുടുംബബന്ധമായിട്ട് ബന്ധമുള്ള, അല്ലെങ്കിൽ ഈ ബാലസാഹിത്യം, അങ്ങനെയുള്ള ഏതെങ്കിലും മേഖലയിലുള്ള പുസ്തകങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പുസ്തകങ്ങൾ സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളത് നന്നായിട്ട് വായിക്കാം. പക്ഷേ പലപ്പോഴും നമ്മൾ കണ്ടുവരുന്ന ഒരു വൃതാവിലുള്ള ഒരു അനുകരണമായി പോകുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ വായിക്കുന്നതായാലും നമ്മുടെ ചിത്രം വരക്കുന്നതായാലും പാട്ട് പാടുന്നതായാലും നമ്മൾ മറ്റൊരാളെ അനുകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രീതിയിൽ പലപ്പോഴും അത് അത്ര ആശ്വാസകരമല്ല. കാരണം നിങ്ങൾ സ്വതന്ത്രമായ രീതിയിലൂടെ വേണം സഞ്ചരിക്കുക. മറ്റൊരു കുട്ടി എന്താണോ ചെയ്യുന്നത് അത് തന്നെ ഞാൻ ചെയ്യാം, അല്ലെങ്കിൽ വേറൊരാളെ ഏത് രീതിയിലാണോ ചിത്രം വരക്കുന്നത്, വേറെ ഏത് രീതിയിലാണ് പാട്ട് പാടുന്നത്, അത് തന്നെ ഞാനും ആവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ സ്വതസിദ്ധമായ ഒരു ശൈലി രൂപപ്പെടുന്നതെന്ന് പറഞ്ഞാൽ വലിയ പ്രതിബന്ധം സൃഷ്ടിക്കും. പാനൂർ നഗരസഭാ കൗൺസിലർ KK വിജയൻ അധ്യക്ഷത വഹിച്ചു. രജീന കനവത്ത് പദ്ധതി വിശദീകരിച്ചു. 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പുസ്തക വായനയിലൊപ്പരം 100 പോയിന്റ് നേടണം. മിനിമം 30 പുസ്തകം വായിക്കണം. വെറും പേജിന്റെ കാര്യം മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ ചിലപ്പോൾ ഒരു പുസ്തകം തന്നെ ഇപ്പോൾ അവിടെ ജയപ്രകാശ് എഴുതിയ പുസ്തകം കുറേ പേജ് കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതുപോലെയുള്ള ഒരു പുസ്തകം വായിച്ചാൽ തന്നെ കുറച്ചധികം പേജ് അങ്ങോട്ട് ആവും. പക്ഷെ ചുരുങ്ങിയത് 30 പുസ്തകമെങ്കിലും വായിക്കണം എന്ന് പറയുന്നുണ്ട്. ഈ 5000 പേജ് എന്നതിൻ്റെ ഒപ്പരം തന്നെ മക്കൾ അത് ഒന്ന് മനസ്സിലാക്കി വെക്കണം. 30 പുസ്തകമെങ്കിലും വായിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. വായനശാല സെക്രട്ടറി G മുകുന്ദൻ, ഷീബ കണ്ണമ്പ്രത്ത്, KK പുരുഷോത്തമൻ, NK ശ്രീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. 4 വയസ്സ് മുതൽ 12 വരെയും 13 മുതൽ 18 വരെയുമായി 2 വിഭാഗങ്ങളിലായാണ് മത്സരം. വിവിധ ഘട്ടങ്ങളിലെ പോയിന്റ് നില കണക്കാക്കി 1 മുതൽ 3 സ്ഥാനങ്ങൾ നേടുന്നവർക്ക് സമ്മാനങ്ങൾ നൽകും. ഗോൾഡൻ ചലഞ്ച് നേടുന്നവർക്ക് വിമാനയാത്രയാണ്. തിരഞ്ഞെടുക്കപ്പെട്ട പുസ്തകങ്ങൾ വായിച്ച് ആസ്വാദനക്കുറിപ്പ്, അവതരണം, പ്രശ്നോത്തരി, വീഡിയോ തുടങ്ങിയവയാണ് ഒരുക്കേണ്ടത്. അവധിക്കാലം വായനയുടെ വസന്തകാലം എന്ന ആശയത്തിന്റെ ഭാഗമായി JV ബുക്സിന്റെയും കതിരൂർ വിന്നേഴ്സ് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ 15 ബാലസാഹിത്യ പുസ്തകങ്ങളുടെ പ്രകാശനവും തലശ്ശേരി താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ വായനാ ചലഞ്ചിന്റെ ലൈബ്രറി തല ഉദ്ഘാടനവും നടന്നു. നിരവധി ആളുകൾ പങ്കെടുത്തു. പുസ്തകങ്ങളുടെ പ്രകാശനവും തലശ്ശേരി താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ വായനാ ചാലഞ്ചിന്റെ ലൈബ്രറി തല ഉദ്ഘാടനവും സാഹിത്യകാരൻ Dr. K. ശ്രീകുമാർ നിർവഹിച്ചു. സമ്മാനഭൂമി എന്നൊരു തലക്കെട്ടാണ് അത് സ്വീകരിച്ചത്. അങ്ങനെ ആദ്യത്തെ സമാഹാരം പുസ്തക സഞ്ചയം വരുന്നു. അത് 2017 തുടങ്ങി, ഇതിപ്പോ 2026 ഇപ്പൊ 10 വർഷമായിട്ട് ആ ബാലസാഹിത്യ സമ്മാനഭൂമിയുടെ സീസൺ 1 മുതൽ 10 വരെ ഓരോ വർഷവും മുടങ്ങാതെ 10, 13, 15, 20, 25 പുസ്തകങ്ങളൊക്കെ അടങ്ങുന്ന സഞ്ചയമായി പുറത്തിറക്കുകയും അതിന് നല്ല സ്വീകാര്യത ലഭിക്കുകയും ചെയ്ത ഒരു സന്ദർഭം. അതിന്റെ ഇടയ്ക്കാണ് രാകേഷിനെ വിളിച്ചിട്ട് ഇതുപോലൊരു സമ്മാന ബാലസാഹിത്യ സഞ്ചയത്തെ കുറിച്ച് ആദ്യം സംസാരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ആദ്യം 6 പുസ്തകം
6 പുസ്തകമായിരുന്നു ആദ്യത്തേത്. വലിയ ആശങ്കയോടുകൂടി തന്നെയാണ് ഇങ്ങനെയൊന്ന് ചെയ്താൽ എന്താണ് സാധ്യത എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ധൈര്യപ്പെടുത്തിയത് വിൽക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് ലൈബ്രറി കൗൺസിലിന്റെ പുസ്തകമേളകളിലും മറ്റും, പ്രത്യേകിച്ച് കണ്ണൂർ പോലെ വലിയ 1100ഓളം ലൈബ്രറികളുള്ള ഒരു ജില്ലയാണ് കണ്ണൂർ. അവിടെയൊക്കെ എന്തായാലും പുസ്തകത്തിന് മിനിമം 1000 കോപ്പിയൊക്കെ വിൽക്കാനായിട്ട് സാധിക്കുമെന്ന് ധൈര്യപ്പെടുത്തി. രണ്ടാമത്തെ ഒരു സഞ്ചയം കൂടി വരുന്നു. അതിലേക്ക് ഞാൻ എന്റെ ഒരു പുസ്തകം ഞാൻ എഴുതി കൊടുക്കുന്നു. ഇത് 3ാമത്തെ സഞ്ചയമാണ്. ഓരോ സഞ്ചയത്തിലും എടുത്തു പറയാവുന്ന ഒരു പുരോഗതി നമുക്കതിൽ കാണാൻ സാധിക്കും. പിന്നീട് വിന്നേഴ്സ് പ്രസിഡന്റ് എം രമേശ് ബാബു അധ്യക്ഷത വഹിച്ചു. വിന്നേഴ്സ് പ്രതിഭകൾക്ക് കൈമാറിയാണ് പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തത്. ബാലസാഹിത്യകാരൻ രാജു കാട്ടുകുനം പുസ്തകങ്ങൾ പരിചയപ്പെടുത്തി. തന്റെ പുനരാഖ്യാന ശൈലിയിലൂടെ രൂപപ്പെട്ട ആ പുസ്തകം കൂട്ടുകാർ മാത്രമല്ല മുതിർന്നവരും അത് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുകയാണ്. രാമകൃഷ്ണൻ കുമരനെല്ലൂരിന്റെ പേര് നമ്മുടെ കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഏറെ പരിചിതമാണ്. യുറേക്കയുടെ ശാസ്ത്ര കേരളത്തിന്റെയൊക്കെ വളരെ വർഷങ്ങളായുള്ള അദ്ദേഹത്തിന്റെ നിരന്തരമായ കവിതകളും രചനകളും പരിചയപ്പെട്ടവരാണ് നമ്മുടെ വായനാ സമൂഹം. ആരോ തൊട്ടു വിളിക്കുന്നത് പോലെ എന്നൊരു കാവ്യസമാഹാരത്തിലെ 50 സുന്ദരമായ മനോഹരമായ കവിതകളുടെ സമാഹാരമാണ്. കഥ, നോവൽ, നാടകം, കവിത, സയൻസ്, പരിസ്ഥിതി എന്നീ വിഭാഗങ്ങളിൽപ്പെട്ടവയാണ് പുസ്തകങ്ങൾ. GV രാഗേഷ്, VK ഷാജി, MK രാജു, TA ഫ്രാൻസിസ്, രാമകൃഷ്ണൻ കുമാരനെല്ലൂർ, ജയചന്ദ്രൻ മൊകേരി, ജനു, PV സുകുമാരൻ, KT ബാബുരാജ്, ഡോക്ടർ S ശബ്ന, രാജൻ പാനൂർ, അഞ്ജലി രാജീവ്, KK വിമല എന്നിവർ സംസാരിച്ചു. ചൊക്ലി ഗ്രാമപഞ്ചായത്തിലെ ബഡ്സ് സ്കൂളിന്റെ നേതൃത്വത്തിൽ ആനന്ദസാഗരം എന്ന പേരിൽ ബഡ്സ് സ്കൂൾ കലാമേള സംഘടിപ്പിച്ചു. വിവിധ കലാപരിപാടികളും നടന്നു. പ്രശസ്ത സിനിമ നാടക താരം നിഹാരിക S മോഹൻ ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനൊരു പരിപാടി വന്നപ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇന്നത്തെ പരിപാടിക്ക് പങ്കെടുക്കാൻ പറ്റുമെന്ന്. കാരണം എനിക്ക് ഓൾറെഡി വേറൊരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ ഇത് ഏറ്റെടുക്കണോ വേണ്ടോ എന്ന് ചെറിയൊരു ഇവിടെ എത്തിച്ചേർന്നത്. കാരണം കുട്ടികളെ പരിപാടികൾ കാണാൻ പറ്റുകയാണെങ്കിൽ കാണാൻ ചെയ്യാം. ഈ ഒരു സന്തോഷത്തിൽ പങ്കുചേരാലോ എന്ന് കരുതിയിട്ടാണ്. നമ്മുടെ ചൊക്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N അനൂപ് അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ ജില്ലാ കോർഡിനേറ്റർ ജയൻ, ജില്ലാ പഞ്ചായത്ത് അംഗം P പ്രസന്ന, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KM സപ്ന, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ KP ഷമീന, P ജയചന്ദ്രൻ, KTK പ്രദീപൻ, കുടുംബശ്രീ ജില്ലാ അസിസ്റ്റന്റ് കോർഡിനേറ്റർ വിജിത് കാളോത്ത്, വാർഡ് അംഗം KP ഷിനോജ്, CDS ചെയർപേഴ്സൺ K റിജ്ന, BRC പ്രതിനിധി സുനിൽ ബാൽ, PTA പ്രസിഡന്റ് PP സത്യൻ, മാനേജ്മെന്റ് പ്രതിനിധികളായ T ജയേഷ്, VP നിത്യൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ബഡ് സ്കൂൾ പ്രധാനാധ്യാപിക K റീഷ സ്വാഗതവും സരിക സദാനന്ദൻ നന്ദിയും പറഞ്ഞു. ബഡ് സ്കൂൾ വിദ്യാർത്ഥികളുടെ മനോഹരമായ കലാപരിപാടികളും അങ്കണവാടി കുട്ടികളുടെയും നാട്ടുകാരുടെയും കലാപരിപാടികളും അരങ്ങേറി. പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും ഉപഹാരങ്ങൾ വിശിഷ്ട വ്യക്തികൾ കൈമാറി. സ്കൂളിൽ നിന്ന് സംസ്ഥാന ഒളിമ്പ്യയിലും ജില്ലാ കലോത്സവത്തിലും പങ്കെടുത്തവരെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു. ഒരിടവേള കൂടി. PK In-Store, Chokli, Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands.
ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണനൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് പക്ഷേ ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകളിലേക്ക്. ചെണ്ടയാട് നീളാമംഗളപുരം ശ്രീ കൃഷ്ണക്ഷേത്രം പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകളുടെ ഭാഗമായി ക്ഷേത്രത്തിലെത്തിയ ആദി ശങ്കരാചാര്യരുടെ പരമ്പരയിൽപ്പെട്ട ഇടനീർ മഠം സച്ചിദാനന്ദ ഭാരതിക്ക് സ്വീകരണം നൽകി. പൂർണ്ണ കുംഭം നൽകിയാണ് സ്വാമിജിയെ സ്വീകരിച്ചത്. 23 രാവിലെ 11:30 11:45 മധ്യയുള്ള ശുഭമുഹൂർത്തത്തിലാണ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുക. ചെണ്ടയാട് നീളാമംഗളപുരം ശ്രീകൃഷ്ണക്ഷേത്രം പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ 11 ദിവസങ്ങളിലായാണ് ക്ഷേത്രത്തിൽ നടത്തുന്നത്. 23 രാവിലെ 11:30 11:45 മധ്യയുള്ള ശുഭമുഹൂർത്തത്തിലാണ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുക. പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകളുടെ ഭാഗമായി ക്ഷേത്രത്തിലെത്തിയ ആദിശങ്കരാചാര്യരുടെ പരമ്പരയിൽപ്പെട്ട ഇടനീർ മഠം സച്ചിദാനന്ദ ഭാരതിക്ക് ക്ഷേത്രത്തിൽ സ്വീകരണം നൽകി. മാതൃസമിതിയുടെ നേതൃത്വത്തിൽ താലപ്പൊലിയേന്തിയാണ് സ്വാമിജിയെ ക്ഷേത്രം ഭാരവാഹികൾ സ്വീകരിച്ചത്. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ. പര്യന്തം വന്ദേ ഗുരുപരമ്പര. നീളാമംഗളപുരം ശ്രീകൃഷ്ണ ഭഗവതി ക്ഷേത്രം പുതുതായിട്ട് വളരെ ഭംഗിയോടെ പുനർനിർമ്മിച്ച് ഇന്ന് പ്രതിഷ്ഠാ കർമ്മങ്ങൾ നടക്കുന്നതാണ്. ഇപ്പോൾ സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞു 100 രൂപ കൂപ്പണം കൊണ്ട് തുടങ്ങിയ ഒരു ക്ഷേത്രമാണ്. ഇപ്പോൾ 1.25 കോടി ചെലവഴിച്ച് വളരെ സൗന്ദര്യത്തോടെ എല്ലാ പണികൾ പൂർത്തീകരിച്ച് ഇന്ന് അമ്പലം പ്രതിഷ്ഠയ്ക്ക് തയ്യാറായിട്ടുണ്ട്. ഞങ്ങളെല്ലാ സ്വാർത്ഥങ്ങളും വിട്ടിട്ട് അമ്മനെ തുടർന്നാൽ അമ്മ ഞങ്ങളോട് എല്ലാ കാര്യങ്ങളും ചെയ്യുക പറഞ്ഞ് ഞങ്ങളുടെ നമ്പികയാണ്, വിശ്വാസമാണ്. ആചാര്യസ്വാമികൾ ദേവി ക്ഷമാപണ സൂത്രത്തിൽ ചെണ്ടയാട് നീളാമംഗളപുരം ശ്രീ കൃഷ്ണ ക്ഷേത്രം പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകളുടെ ഭാഗമായി ആധ്യാത്മിക സദസ്സ് സംഘടിപ്പിച്ചു. 4ാം ദിനത്തിൽ നടന്ന ആധ്യാത്മിക സദസ്സിൽ റീജ ഭട്ടത്തിരിപ്പാട് കാമ്പ്രത്ത് ഇല്ലം പ്രഭാഷണം നടത്തി. കലാപരിപാടികളും അരങ്ങേറി. ചെണ്ടയാട് നീളാമംഗളപുരം ശ്രീകൃഷ്ണക്ഷേത്രം പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകളുടെ ഭാഗമായുള്ള ആധ്യാത്മിക സദസ്സിൽ 4ാം ദിനത്തിൽ
റിജ ഭട്ടതിരിപ്പാട് കാമ്പ്രത്തില്ലം പ്രഭാഷണം നടത്തി. ക്ഷേത്രങ്ങളുടെ പ്രാധാന്യം തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണമെന്ന് റിജ ഭട്ടതിരിപ്പാട് പറഞ്ഞു. നാശത്തിൽ നിന്നും നമ്മളെ മോചിപ്പിക്കുന്നത് എന്തോ അതാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. ക്ഷേത്രത്തിന് ഇനി മലയാളം നിഘണ്ടുവൊക്കെ നോക്കിയാൽ, നിഘണ്ടുവിന്റെ കാലമൊക്കെ അസ്തമിച്ചു എന്നാണ് കുട്ടികൾ പറയുന്നത്. ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കിട്ടാത്ത ഒരു സാധനവുമില്ല. ഇനി ഗൂഗിളിലായാലും മലയാളം ലെക്സിക്കൻ ഡിക്ഷണറി നിഘണ്ടു നോക്കിയാൽ ഏകദേശം 18-ലധികം അർത്ഥങ്ങളുണ്ട് ക്ഷേത്രം എന്ന വാക്കിന്. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രം നമ്മൾ പറഞ്ഞു, നമ്മൾ ആചാരാനുഷ്ഠാനങ്ങൾ ഭക്തിപൂർവ്വം നടത്തുന്ന ഇടം, അതൊന്ന്. പിന്നെയോ നമ്മൾ കേട്ടിട്ടുണ്ട് കുരുക്ഷേത്ര ഭൂമി എന്ന് കേട്ടിട്ടുണ്ട്. മഹായുദ്ധം നടന്ന സ്ഥലമാണ്, അതും ക്ഷേത്രമാണ്. എന്ന് വെച്ചാൽ യുദ്ധഭൂമി, നിലം, വയൽ, പാടം, ഗർഭസ്ഥലം, ഇതൊക്കെ ക്ഷേത്രം എന്ന് പറഞ്ഞ വാക്കിന്റെ പല പല അർത്ഥങ്ങളാണ്. അപ്പൊ അർത്ഥമൊക്കെ മനസ്സിലാക്കുക നമ്മൾ. എന്നിട്ടോ എന്തിനാണ് ക്ഷേത്രം എന്നുള്ളതും കൂടെ തിരിച്ചറിയാൻ നമ്മൾ ശ്രമിക്കണം. മാതൃസമിതി പ്രസിഡന്റ് PP വനജ അധ്യക്ഷയായി. ജിതിൻ മാണിക്കോത്ത്, ലയ അഖിൽ, KP പ്രേമരാജൻ, വസുമതി ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. കലാമണ്ഡലം മഹേന്ദ്രൻ അവതരിപ്പിച്ച ഓട്ടൻതുള്ളൽ, വൈഗ, വിയോണ, ഇഷിക എന്നിവർ അവതരിപ്പിച്ച ക്ലാസിക്കൽ ഡാൻസ്, ആഷ്മയുടെ ഭക്തിഗാനം, ടീം ശിവരുദ്രയുടെയും ടീം ശിവശങ്കരിയുടെയും കൈകൊട്ടിക്കളി, വടകര ചിരങ്ക അന്തർജന കൂട്ടായ്മയുടെ തിരുവാതിര തുടങ്ങിയവയാണ് അരങ്ങേറിയത്. നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് ആധ്യാത്മിക സദസ്സും കലാപരിപാടികളും വീക്ഷിക്കാനായി ഇവിടെ എത്തിയത്. മോഹം വരുത്തുവാൻ ഉത്കണ്ഠ കല്യാണ സൗഗന്ധികങ്ങളെ കൈക്കലാക്കിക്കൊണ്ടു പോകടോ പാണ്ഡവ. അതിയാടു ചുരത്തിൻ കീഴേ പാണന്റെ പാട്ടു നിറച്ച് പാടിയുണർത്തിയ പുള്ളോൻ പാട്ടിലെ നാവേറും നാഗക്കാവും രാവിലെ വെള്ളി വെളിച്ച തേരിൽ കണ്ടവരിൽ നിന്നടിയാളെ സ്വാഗതം കൃഷ്ണ. വടിവേനോ കണ്ടുനിൽക്കാൻ പിന്നെ മുടി വരുവേനോ. മലമല്ലുയ നഗരക മലമല്ലുയ. തലശ്ശേരി കീഴന്തിമുക്കിൽ അത്യാധുനിക സജ്ജീകരണങ്ങളോടെ മൽഹാരി ഐ കെയർ കണ്ണാശുപത്രി പൂർണ്ണ രീതിയിൽ പ്രവർത്തന സജ്ജമായി. കോയമ്പത്തൂർ ശങ്കര ഐ ഹോസ്പിറ്റൽ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ JK റെഡ്ഡി ഉദ്ഘാടനം ചെയ്തു. നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായി.
തലശ്ശേരി കീഴന്തിമുക്കിൽ മൽഹാരി ഐ കെയർ കണ്ണാശുപത്രി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. കോയമ്പത്തൂർ ശങ്കര ഐ ഹോസ്പിറ്റൽ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ജെ.കെ. റെഡ്ഡി ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. നേത്ര ചികിത്സാ രംഗത്ത് 2 പതിറ്റാണ്ട് കാലത്തെ അനുഭവ സമ്പത്തുള്ള ഡോക്ടർ ശ്രീനി എടക്ലോണിൻ്റെ ഉടമസ്ഥതയിലാണ് മൽഹാരി പ്രവർത്തനം ആരംഭിച്ചത്. അത്യാധുനിക ഉപകരണങ്ങളാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. കണ്ണാശുപത്രിയിലെ OP വിഭാഗം തലശ്ശേരി നഗരസഭാ ചെയർമാൻ കാരായി ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ഒക്ടോമെട്രി വിഭാഗം നഗരസഭാംഗം ആശാ കൊളക്കോട് ഉദ്ഘാടനം ചെയ്തു. ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ് ആർച്ച് ബിഷപ്പ് മാർ ജോർജ് വലിയമറ്റം ഉദ്ഘാടനം ചെയ്തു. റചന വകുപ്പ് ചിത്രകാരൻ കെ മാരാർ ഉദ്ഘാടനം ചെയ്തു. ഒപ്റ്റിക്കൽസ് വിഭാഗത്തിന്റെ ഉദ്ഘാടനം തലശ്ശേരി പ്രസ് ഫോറം പ്രസിഡന്റ് നവാസ് മേത്തർ നിർവഹിച്ചു. ഫാർമസിയുടെ ഉദ്ഘാടനം IMA തലശ്ശേരി ശാഖാ സെക്രട്ടറി ഡോക്ടർ റെജിന ദിൽനാഥ് നിർവഹിച്ചു. മൽഹാരി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഉദ്ഘാടനം GK മെമ്മോറിയൽ എഡ്യൂക്കേഷൻ ട്രസ്റ്റ് ചെയർമാൻ ചാർട്ടേഡ് അക്കൗണ്ടന്റ് P. മോഹനൻ നിർവഹിച്ചു. മൂന്ന് നിലകളിലായാണ് മൽഹാരി പ്രവർത്തനം ആരംഭിച്ചത്. 3 ഓപ്പറേഷൻ തിയേറ്ററുകൾ മൽഹാരി ഐ കെയറിന്റെ പ്രത്യേകതയാണ്. നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കാളികളായി. അറിയിക്കുന്നു. എല്ലാവർക്കും അറിയാം, ഞാൻ ഒരു 20 കൊല്ലമായി തലശ്ശേരിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കോൺട്രസ്റ്റ് തലശ്ശേരി ആക്ച്വലി കോൺട്രസ്റ്റ് കാഞ്ഞങ്ങാടും സ്റ്റാർട്ട് ചെയ്യാനും അതൊരു ലെവൽ വരെ കൊണ്ടുവരാനും. പ്രധാന വാർത്തകൾ വീണ്ടും. വനിതാ സംവരണ ബില്ലിനെ എതിർത്ത പ്രതിപക്ഷ നിലപാടിൽ തെളിയുന്നത് സ്ത്രീവിരുദ്ധ രാഷ്ട്രീയമാണെന്നും വിഷയത്തിന്റെ വസ്തുതകളും പ്രാധാന്യവും ജനങ്ങളിലെത്തിക്കാൻ വിവിധതല ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും BJP. ഭാരതം ലോകത്തിനു മുന്നിൽ തലയുയർത്തി നിൽക്കുമ്പോൾ അതിനെ താഴ്ത്തിക്കെട്ടാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്നും BJP. കണ്ണൂർ മാതമംഗലത്ത് ക്ഷേത്രോത്സവത്തിനിടെ മാല പൊട്ടിച്ചോടിയ കർണാടക സ്വദേശിനികൾ പിടിയിൽ, 2 പേർ രക്ഷപ്പെട്ടു. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തെക്കുറിച്ച് സ്വതന്ത്രാന്വേഷണം ആവശ്യപ്പെട്ട് കേരള പുലയർ മഹാസഭ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ചിൽ നേരിയ സംഘർഷം. പശ്ചിമ ബംഗാളിലെ ഷാർഗുറാമിലെ പലഹാരക്കടയിൽ കയറി സ്നാക്സ് വാങ്ങുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീഡിയോയും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറൽ. എക്സിൽ ദൃശ്യങ്ങൾ ഇതിനോടകം കണ്ടത് ലക്ഷങ്ങൾ.
വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.